വേടനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇതുവരെ പിന്തുണച്ചിരുന്ന ഇടതനുകൂലികളൊക്കെ മുങ്ങി. കാരണം പൊങ്ങി വന്നിരിക്കുന്നത് പെണ്ണ് കേസാണ്. സ്ത്രീപക്ഷ സർക്കാർ സ്ത്രീപക്ഷ പാർട്ടിക്കാർക്കും നാവു പൊങ്ങുന്നില്ല. അതോ വേടന്റെ പെണ്ണ് കേസും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമോ എന്ന് ആക്ഷേപം വരുന്നു. വേടന്റെ കാമകേളികൾ എന്ന് തലക്കെട്ടിൽ കൊടുക്ക്, പിള്ളേര് പഠിച്ചു വളരട്ടെ എന്നാണ് ആക്ഷേപം. യുവതി വേടനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. അതായത് വേടൻ ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്നാണ് ആരോപണം. ആണഹന്തയുടെ പ്രതിരൂപമാണ് വേടനെന്ന് പല കോണിൽ നിന്ന് ആക്രോശം. മുൻപ് കഞ്ചാവ് കേസിൽ വേടനെ പിടികൂടിയപ്പോൾ പിന്തുണച്ച ഇടത് സാംസ്കാരിക നായകർ, CPMകാർ, ചില മാധ്യമ പ്രവർത്തകർ, ഇവർക്കൊക്കെ ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? വേറെ ഏതെങ്കിലും ഒരുത്തനെയാണ് കഞ്ചാവ് കേസിൽ പിടിച്ചിരുന്നതെങ്കിൽ അവനെ തൊലപ്പിച്ചു കളഞ്ഞേനെ. പക്ഷേ ഒരു കൂട്ടം വേടനു വേണ്ടി വാദിച്ചത് അവനൊരു തെറ്റുപറ്റി തിരുത്താൻ തയ്യാറാകുന്ന ഒരു മനുഷ്യനൊപ്പം സമൂഹം നിൽക്കണം എന്നൊക്കെയുള്ള ഇരട്ടത്താപ്പുകളായിരുന്നു. ആദ്യമായിട്ടല്ല വേടനെതിരെ ലൈംഗിക ആരോപണം ഉയരുന്നത്. ഇതിനു മുൻപും മീടു ആരോപണം വന്നു. ഇപ്പോഴത്തെ ആരോപണവും അത്ര ചെറുതല്ല. വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സൈബറിടത്ത് ചർച്ച നടക്കുമ്പോൾ സോഷ്യൽ മീഡിയ വീണ്ടും കുത്തിപ്പൊക്കുന്നത് വുമൺ എഗൈൻസ്റ്റ് സെക്ഷുവൽ ഹരാസ്മെന്റ് എന്ന കൂട്ടായ്മ 2021 ജൂണിൽ പങ്കുവെച്ച വേടനെതിരെയുള്ള മീടു ആരോപണമാണ്. മദ്യലഹരിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചു എന്നുമായിരുന്നു ആരോപണം. സുഹൃത്ത് വലയത്തിൽ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് നുണ പ്രചരിപ്പിച്ചുവെന്നും ആരോപണമുണ്ടായിരുന്നു. ഇതിന് സമാനമാണ് കൊച്ചിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസും. അന്നും വേടന് തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന് ഒരു കൂട്ടരുടെ മോങ്ങൽ. ഇങ്ങനെ എത്ര തവണ ഒരു മനുഷ്യനോട് സമൂഹം ക്ഷമിക്കണം സാറന്മാരെ? അല്ലെങ്കിൽ തന്നെ എടുത്തു തലയിൽ വെക്കാൻ മാത്രം എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള ഒരാളാണോ വേടൻ? അല്ല എന്ന് അയാളുടെ ചെയ്തികൾ തന്നെ തെളിയിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാലുടൻ സ്ക്വാർട്ട് ചെയ്തു തരട്ടെ എന്ന് ചോദിക്കുക, പങ്കാളിക്ക് വേദനിച്ചാലും കൂടുതൽ വേദനിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും വീണ്ടും അതിനായി സമീപിക്കുക, ലൈംഗികമായി ബന്ധപ്പെട്ടുവെന്ന് കൂട്ടുകാരോട് വീമ്പിളക്കി പറഞ്ഞു നടക്കുക തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു വുമൺ എഗൈൻസ്റ്റ് സെക്ഷുവൽ ഹരാസ്മെന്റിൽ അംഗങ്ങളായ സ്ത്രീകൾ ആരോപിച്ചത്. സംവിധായകൻ മുഹസിൻ പരായിയുടെ ഫ്രം എ നേറ്റീവ് ഡോട്ടർ എന്ന സംഗീത ആൽബത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് വേടനെതിരെ മീടു ആരോപണം വന്നത്. പിന്നാലെ ആൽബത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് മുഹസിൻ പരാരി അറിയിക്കുകയും ചെയ്തു. ആരോപണങ്ങൾ പുറത്തു വന്നതോടെ വേടൻ മാപ്പു പറഞ്ഞു. ഈ പോസ്റ്റ് നടി പാർവതി തിരുവോത്ത് ലൈക്ക് ചെയ്തതും അന്ന് വലിയ വിവാദമായിരുന്നു. ഇതിനിടെ കേരളീയം മാസികയിൽ വേടൻ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ അഭിമുഖവും വന്നു. ഈ അഭിമുഖം വായിച്ച യുവ ഡോക്ടറാണ് വേടനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇരയ്ക്കൊപ്പം എന്ന് വാദിക്കുകയും വേട്ടക്കാരനെ ചേർത്ത് പിടിക്കുകയുമാണ് ഈ സർക്കാരും പാർട്ടിയും ചെയ്യുന്നത്. വേടനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് സർക്കാരാണല്ലോ. യുവതി ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ പൊക്കി വെച്ചതുപോലെ വേടനെ ഇടത് സർക്കാരും അതുപോലെ തന്നെ നേതാക്കളും സാംസ്കാരിക നായകരുമൊക്കെ നിലത്തു വെക്കുമോ എന്നുള്ള ചോദ്യം വരുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആ യുവതി പരാതി ഉന്നയിക്കുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരാം. ഇതുവരെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വരും. അതെല്ലാം നേരിടാൻ ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുള്ള സ്ത്രീ തയ്യാറാകുകയും വേണം. കാരണം ഈ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ആദ്യം ഉയർന്നു വരിക, ഇതുവരെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത്. മാത്രമല്ല സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ പലയിടത്തും ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്തായാലും ഇപ്പോൾ ആ യുവതി ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെങ്കിൽ വേടൻ എന്ന റാപ്പർ വേടന്റെ മുഖംമൂടി കൂടിയാണ് സമൂഹത്തിൽ അഴിഞ്ഞു വീഴുന്നത്. കഞ്ചാവ് കേസ് വന്നപ്പോൾ വേടനെ വേട്ടയാടുന്നേ എന്നായിരുന്നു സാംസ്കാരിക നായകരുടെ കരച്ചിൽ. അല്ലാതെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പൊക്കിയതല്ല, അല്ലയോ? ഇടതുപക്ഷക്കാരുടെ ശത്രുക്കൾ ആരെങ്കിലുമാണ് കഞ്ചാവ് കേസിൽ അകത്തായിരുന്നതെങ്കിൽ രാജ്യദ്രോഹത്തിന് വരെ കേസ് എടുപ്പിച്ചേനെ ആഭ്യന്തരമന്ത്രി. പക്ഷേ വേടനായതുകൊണ്ടും കേരളത്തിൽ വേടൻ ഒരു ബ്രാൻഡായി വളർന്നതുകൊണ്ടും ചേർത്ത് നിർത്തി വോട്ട് ബാങ്ക് സേഫ് ആക്കാനും ഇടത് ഈ കളികളൊക്കെ കളിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല BA 3ാം സെമസ്റ്റർ പാഠ്യപദ്ധതിയിലാണ് വേടന്റെ പാട്ടും ഗായിക ഗൗരി ലക്ഷ്മിയുടെ കഥകളി സംഗീതവും ഉൾപ്പെടുത്തിയത്. ഇതിനെതിരെ വലിയ വിവാദം അണപൊട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ആ വിവാദം കെട്ടടങ്ങിയിട്ടില്ല. വേടന്റെ പാട്ട് നീക്കം ചെയ്യണമെന്നൊരു കൂട്ടരും ചെയ്യില്ല എന്ന് മറ്റൊരു കൂട്ടരും വാദിച്ചു.
ഒരു തരത്തിലും വേടന്റെ പാട്ട് നീക്കം ചെയ്യാൻ സമ്മതിക്കില്ല എന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ കട്ടായം പറഞ്ഞത്. വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടായിരുന്നു ഉൾപ്പെടുത്തിയത്. സത്യം പറഞ്ഞാൽ ആ പാട്ട് ഒരാവേശം തന്നെയാണ്. ആ പാട്ട് ഉൾപ്പെടുത്തിയതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. കാരണം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം എന്താണ് എന്ന് പുതുതലമുറയിലെ കുട്ടികളും മനസ്സിലാക്കണം. ജാതീയത ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതൊക്കെയുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രം അതിനുദാഹരണമാണ്, ആ വിവാദങ്ങളൊക്കെ. എന്നാൽ പ്രശ്നം അതല്ല, വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയതോ ഒന്നും തന്നെയല്ല പ്രശ്നം. സ്ഥിരം വിവാദങ്ങളിൽ ഉൾപ്പെടുന്ന ഒരാൾ, അതും കഞ്ചാവ് കേസും ലൈംഗിക അതിക്രമ പരാതിയും നേരിടുന്ന ഒരാളെ സർക്കാർ എന്തിനു പിന്തുണയ്ക്കണം? അങ്ങനെ ഒരാളെ കേരള സമൂഹത്തിന്റെ മുഖമാക്കി, അടിച്ചമർത്തപ്പെട്ടവന്റെ മുഖമാക്കി മാറ്റാനൊക്കെയാണ് ഇടതു ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത്. കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങിയതിന് പിന്നാലെ വേടന് പാടാൻ വേദി ഒരുക്കി കൊടുത്തവരാണ് ഇടത്. കൂടാതെ പിണറായി വിജയന്റെ പരിപാടികൾ ഉണ്ടായിരുന്ന വേദികളിലൊക്കെ വേടന്റെ പാട്ടും ഉൾപ്പെടുത്തി. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടികളിലാണ് വേടനെയും ഉൾപ്പെടുത്തിയത്. ഇതിലൂടെ എന്ത് മാതൃകയാണ് സർക്കാരും സ്ത്രീപക്ഷ പാർട്ടി എന്ന് വായ്ത്താളം അടിക്കുന്ന CPM-ഉം കാണിക്കുന്നത്? CPM-ലെ സഖാത്തികളുടെ ഒന്നും ഒരനക്കവും പോലുമില്ല. വേറെ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് നേരെയാണ് ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഏതെങ്കിലും ഒരു നേതാവിന് നേരെയായിരുന്നു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ കേരളം കത്തിക്കുന്ന പ്രതിഷേധവുമായിട്ട് വന്നേനെ സഖാത്തികൾ. പക്ഷെ ഈ വിഷയത്തിൽ ശ്രീമതിക്കും ശൈലജ ടീച്ചർക്കും അതുപോലെ തന്നെ PP ദിവ്യയ്ക്കും ആര്യ രാജേന്ദ്രനും ചിന്തയ്ക്കും ഒന്നും ഒരക്ഷരവും പറയാനില്ല. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. ജാതീയതയ്ക്കെതിരെ ഈ കാലത്തെ ഉറച്ച ശബ്ദമാണ് വേടനെന്ന് ഇടതനുകൂലികൾ വാഴ്ത്തുന്നത്. ഇതേ വേടൻ ഒരു ചാനലിൽ വന്നിരുന്ന് അടിച്ച ഡയലോഗ് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ദളിതന്റെ DNA-യിൽ പഠിക്കാനുള്ള കഴിവില്ല എന്ന അങ്ങേയറ്റം അരാഷ്ട്രീയത പറഞ്ഞ ആളാണ് വേടൻ. ഇയാളെയാണോ ദളിതന്റെ നാവെന്നും മുഖമെന്നും ഇടതുകാർ പൊക്കിപ്പിടിക്കുന്നത്? റിപ്പോർട്ടർ ചാനലിലിരുന്ന് ഈ വിഡ്ഢിത്തം വേടൻ പറഞ്ഞപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ അതിനെ എതിർത്തില്ല. വേടൻ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് തിരുത്തിയില്ല. പകരം ഒരു ഉളുപ്പുമില്ലാതെ തലകുലുക്കി വേടന്റെ വാക്കുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. പഠിക്കുന്നതിൽ DNA പ്രശ്നമുണ്ടെന്ന് തലകുലുക്കി സമ്മതിച്ച അരുൺകുമാറൊക്കെ മാധ്യമ കുപ്പായം അഴിച്ചു വെക്കേണ്ട കാലം കഴിഞ്ഞു. പഠിക്കുന്ന ദളിത് വിദ്യാർത്ഥികൾക്ക് ഇവനൊന്നും ഉണ്ടാക്കുന്ന ട്രോമ അത്ര ചെറുതല്ല. DNA-യിൽ പഠിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ ഈ വേടനെ പോലെയുള്ളവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് ആരും ഉയർന്നു വന്നിട്ടില്ല എന്ന്. എൻ്റെ അറിവിൽ തന്നെ മികച്ച ഡോക്ടർമാരും എഞ്ചിനീയർമാരും IT പ്രൊഫഷണലുകളും ഒക്കെ ദളിതരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവിടെ ആരും ആരുടെയും മതം തിരയുന്നില്ല. അവരൊന്നും വേടനെ പോലെ ജാതിയിട്ടാട്ടി ഇരവാദം പറയുന്നില്ല. നന്നായി പഠിച്ച് ജോലി ചെയ്ത് നന്നായി ജീവിക്കുന്നു. ഉദാഹരണം വേണോ? 1997 മുതൽ 2002 വരെ രാഷ്ട്രപതിയായിരുന്ന മലയാളിയായ KR നാരായണൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണൻ, കേരളത്തിലെ ആദ്യ ദളിത് MLA ആയ PK ചാത്തൻ മാസ്റ്റർ, സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ മികവ് തെളിയിച്ച MR ചന്ദ്രശേഖരൻ, PK പാറക്കട, വിദ്യാഭ്യാസ ഗവേഷണങ്ങളിൽ മുൻപന്തിയിലുള്ള ഡോക്ടർ സണ്ണി M കപ്പിക്കാട്, ഡോക്ടർ N സുകുമാരൻ, സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ള CK ജാനു, പുലയ മഹാസഭാ സ്ഥാപകരിൽ ഒരാളായ KK കൊച്ചുകുട്ടൻ തുടങ്ങിയവരൊക്കെയാണ് പുതുതലമുറയ്ക്ക് റോൾ മോഡൽ ആകേണ്ടത്. അല്ലാതെ നിന്റെ ഒന്നും DNA-യിൽ പഠിക്കാനുള്ള കഴിവില്ലെന്ന് ചാനലിൽ വന്നിരുന്ന് വിളമ്പുന്ന വേടനെയല്ല.